ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഭിന്നശേഷി നിയമനത്തിൽ ഇടഞ്ഞതോടെ സമവായത്തിന്റെ പാത തുറന്നിരിക്കുകയാണ് സർക്കാർ. ഭിന്നശേഷി നിയമനത്തിൽ NSS കേസിലെ സുപ്രീം കോടതി വിധി NSSന് മാത്രം ബാധകമാണെന്നാണ് സർക്കാർ നിലപാട്. ഇക്കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടി ക്രിസ്ത്യൻ എയ്ഡഡ് മാനേജ്മെന്റുകൾക്ക് എതിരായി ചില പരാമർശങ്ങൾ നടത്തിയതാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെ ചൊടിപ്പിച്ചത്. മന്ത്രിക്കെതിരെ ദീപിക മുഖപ്രസംഗം പോലും എഴുതി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ ക്രിസ്ത്യൻ സഭകളെ പിന്തുണയ്ക്കുന്നത് പന്തിയല്ല എന്ന് കണ്ടാണ് ചർച്ചകൾക്ക് മന്ത്രിയുടെ ശ്രമം. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ചില മാനേജ്മെന്റുകൾ ഉയർത്തുന്ന പ്രതിഷേധങ്ങളും സമരങ്ങളും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ആമുഖത്തോടെയാണ് മഞ്ഞൊരുക്കാനുള്ള മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവന. കേരളത്തിലെ എല്ലാ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകളും 1958 കേരള വിദ്യാഭ്യാസ ആക്ടും 1959 കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ്. ഈ നിയമവ്യവസ്ഥയെ മറികടക്കാൻ ആർക്കും സാധ്യമല്ല. സർക്കാരിന്റെ എല്ലാ നടപടികളും ഈ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമുള്ളതാണ്. എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരെയും ജീവനക്കാരെയും നിയമിക്കാനുള്ള അധികാരം മാനേജ്മെന്റുകൾക്കാണ്. സർക്കാർ ആ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുക മാത്രമാണ് ചെയ്യുന്നത്. അതിനാൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് കോടതിയെ സമീപിക്കേണ്ടത് മാനേജ്മെന്റുകൾ തന്നെയാണ്. സർക്കാരിന്റെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ശരിയായ നടപടിയല്ല. ഭിന്നശേഷിക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് 2021 ഹൈക്കോടതിയിൽ ഒരു കേസ് നിലവിൽ വന്നിരുന്നു. അന്നു മുതൽ 2025 വരെ ഈ വിഷയത്തിൽ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ മാനേജ്മെന്റുകൾ എന്തു ചെയ്തു എന്ന് വ്യക്തമാക്കണം. 4 വർഷത്തോളം ഒരു നടപടിയും സ്വീകരിക്കാതെ ഇപ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് വസ്തുക്കളെ മറച്ചുവെക്കലാണ്. കോടതി വിധികളെയും സംസ്ഥാനത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ നൽകിയ നിയമോപദേശങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ വിഷയത്തിന് രാഷ്ട്രീയ നിറം നൽകാനുള്ള ശ്രമം വിലപ്പോവില്ല. അവസരം കിട്ടുമ്പോഴൊക്കെ LDF സർക്കാരിനെതിരെ സ്ഥാനത്തും അസ്ഥാനത്തും പ്രതിഷേധിക്കുന്നവർ തന്നെയാണ് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾക്ക് പിന്നിലുമെന്ന് സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നും അതോടൊപ്പം തന്നെ സ്വകാര്യ മാനേജ്മെന്റുകളുടെ നിയമപരമായ അവകാശങ്ങളെയും സർക്കാർ മാനിക്കുന്നുവെന്നും, എന്നാൽ നിയമം ലംഘിക്കാനുള്ള ഒരു നീക്കത്തെയും അംഗീകരിക്കാൻ കഴിയില്ല. വെല്ലുവിളികളുടെയും സമരങ്ങളുടെയും പാതയല്ല നമുക്ക് വേണ്ടതെന്നും ചർച്ചകളിലൂടെ കൂട്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ജനാധിപത്യപരമായ രീതിയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ കക്ഷികളുമായും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണ്. അനാവശ്യ സമരങ്ങളിൽ നിന്ന് പിന്മാറി ചർച്ചയുടെ വഴിയിലേക്ക് വരണമെന്ന് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുന്നു എന്നതായിരുന്നു ശിവൻകുട്ടിയുടെ വാക്കുകൾ. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളിലെ ഭിന്നശേഷി സംവരണത്തിലെ സുപ്രീം കോടതി ഉത്തരവ് NSSന്റെ സ്കൂളുകൾക്ക് മാത്രം ബാധകമാണ് എന്ന നിയമോപദേശമാണ് അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിന് നൽകിയിട്ടുള്ളതെന്ന് മന്ത്രി V ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞിരുന്നു. മറ്റ് മാനേജ്മെന്റുകൾക്കും ഇത് ബാധകമാണോ എന്ന് വ്യക്തത വരുത്താൻ വീണ്ടും നിയമോപദേശം തേടും. സുപ്രീം കോടതി വിധി അനുസരിച്ച് ഭിന്നശേഷി സംവരണം പാലിച്ചുകൊണ്ട് നിയമനം സമയബന്ധിതമായി നടത്താൻ ജില്ലാതല സമിതി രൂപീകരിച്ചെന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഭിന്നശേഷി വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളുടെ പട്ടിക ലഭ്യമാക്കി. ജില്ലാതല സമിതി മുഖേനയുള്ള ആദ്യത്തെ നിയമനം ഒക്ടോബർ 25-നകം പൂർത്തിയാകും. ജില്ലാതല സമിതി വഴി നിയമനം വർഷത്തിൽ 2 തവണ നടത്തും. എയ്ഡഡ് മേഖലകളിൽ 2016 മുതൽ ഇതുവരെ 1,12,650 അധ്യാപക അനധ്യാപക നിയമനങ്ങൾ നടത്തി. 36,318 സ്ഥിരം തസ്തിക അനുവദിച്ചു. 2021-25 വർഷത്തിൽ നടത്തിയ 60,500 നിയമനങ്ങളിൽ 1,503 ഭിന്നശേഷി വിഭാഗത്തിലാണ്. 55 നിയമനങ്ങൾ ഉടൻ നടത്തും. 1,300-ലേറെ ഒഴിവ് ജില്ലാ സമിതികളിലേക്ക് റിപ്പോർട്ട് ചെയ്തു. പരാതികൾ പരിഹരിക്കാൻ നവംബർ 10-നകം അദാലത്ത് നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി.